നമുക്ക് ഇന്ന് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം പഠനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പഠിക്കുന്ന ഭാഗങ്ങൾ കർത്താവ് തന്നെ പഠിപ്പിക്കണം, ആഴമായ അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുപോകണം. സജീവമായ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങളുണ്ടാകാനും കർത്താവ് അത് ഞങ്ങൾക്കും അനേകർക്കും പ്രയോജനമാകാൻ ഇടയാക്കണമേ. അനേകരെ കർത്താവിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും കർത്താവ് നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് അവരെ തിരിച്ചുവിടാനും കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ, അനുഗ്രഹിക്കണമേ. ശ്രോതാക്കളെല്ലാം സമർപ്പിക്കുന്നു. നിൻ്റെ കൃപയാൽ അവരെ പൊതിയണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. ഇന്ന് നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാൻ പോകുന്നത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളാണ്. 21-ാം വാക്യം ഞാൻ വായിക്കാം. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും ആണ്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുകയും നമ്മൾ ആ വാക്യം കാണാപിടിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ജീവിതം എന്നത് ക്രിസ്തു ആണെന്ന് പൗലോസ് സാക്ഷിക്കുന്നു. മരണത്തെ നേട്ടമായിട്ടാണ് അദ്ദേഹം കരുതുന്നത്. ക്രിസ്തുവുമായി ജീവിതം പങ്കിടുക എന്നല്ല ഇതിൻ്റെ അർത്ഥം. പിന്നെയോ അത്തരം ഒരു നിലനിൽപ്പിൻ്റെ പരമകാഷ്ഠ എന്നത് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുക എന്നതാണ്. യേശു ക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുക എന്ന് റോമർ 6:11 പറഞ്ഞിരിക്കുന്നതിൽ നിന്നും ഉന്നതമായ ഒരു നിലവാരമാണ് ഈ വാക്യം കാണിക്കുന്നത്. നാം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവാലയം എവിടാന്ന് ചോദിച്ചാൽ ഇപ്പം ഇതാണ് എൻ്റെ ഉത്തരം. നാം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. 1 കൊരിന്ത്യർ 6:19-20 നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പം നമ്മൾ എത്രമാത്രം പരിശുദ്ധമായി വിശുദ്ധിയോടുകൂടി നമ്മൾ ജീവിക്കണമെന്നും നമ്മുടെ ശരീരത്തെ പരിശുദ്ധമായി കാത്തുകൊള്ളണമെന്നും അത് ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ആ വലിയ ബോധ്യം നമുക്ക് ഉണ്ടാകണം. 2 കൊരിന്ത്യർ 6:16 പൗലോസ് പറയുന്നു, ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്നവനാണെന്ന് ഓർത്തോണം. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവും ആയിരിക്കും. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എഫേസോസ് 2:20, 21, 22 വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിത് ഉയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിസ്ഥാന തറയുടെ മൂലക്കല്ല് ക്രിസ്തു ആണ്.
അപ്പം ക്രിസ്തുവിലാണ് നമ്മൾ പണിത ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. കർത്താവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രണ്ടാമതൊരു പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തു നമ്മിൽ അധിവസിക്കുന്നു. യോഹന്നാൻ 14:20 പറയുന്നു, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. ക്രിസ്തുവിനിൽ ജീവിക്കണമല്ലോ. അപ്പം ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനാകണം. ഗലാത്യ ലേഖനം 2:20 പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. വിശ്വാസം വഴി ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. എഫെസോസ് 3:17, 18, 19 വാക്യങ്ങൾ. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൽ, എല്ലാ വിശുദ്ധരോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. പൗലോസ് പ്രാർത്ഥിക്കുകയാണ് എഫെസോസ്കാർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഇവിടെ തന്നെയാണ്. ഒരു കാര്യം പൗലോസ് പറഞ്ഞ് ശ്രദ്ധിച്ചോണം, അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ അറിവിന് മനസ്സിലാകത്തില്ല, അതിനെ അതിശയിക്കുന്ന സ്നേഹമാണ്. അത് നമ്മളൊന്ന് ഗ്രഹിക്കാൻ ശ്രമിക്കണം. പൗലോസ് പറയുന്ന വേറൊരു കാര്യം, രഹസ്യത്തിൻ്റെ ഒരു മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കൊളോസോസ് 1:27 ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. നമ്മളിൽ യേശുക്രിസ്തു, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു ഇന്ന് നമ്മളിലുണ്ട്. അതൊരു രഹസ്യമായ കാര്യമാണ്, എത്രയോ ശ്രേഷ്ഠമായ ഒരു രഹസ്യം. പൗലോസ് പറയുന്നത് മരണമെന്ന് പറയുന്നത് പൗലോസിനൊരു നേട്ടമാണെന്നാണ്. നീതിമാന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണത്തെ ഭയപ്പെടേണ്ടതായിട്ടില്ല. സങ്കീർത്തനം 23:4 പറയുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പാകുന്നു, ഉറപ്പ് ഏകുന്നു. മരണമെന്ന് പറയുന്നത് വിലയേറിയ ഒരു കാര്യമാണ്. സങ്കീർത്തനം 116:5 പറയുന്നു, ആരുടെ മരണം? വിശുദ്ധരുടെ മരണം. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. ലാസറും ധനികനും
ഉപമ യേശു പറഞ്ഞതാണ്. അതിലൂടെ ലാസറിൻ്റെ മരണം അവനെ കൊണ്ടുപോയത് എങ്ങോട്ടാണ്? അബ്രാഹത്തിൻ്റെ മടിയിൽ. ലൂക്കോസ് 16:22 പറയുന്നു, ആ ദരിദ്രൻ മരിച്ചു, ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് വഹിച്ചു, ആ ധനികനും മരിച്ചു, അടക്കപ്പെട്ടു. പോയതിനെക്കുറിച്ച് പറയുന്നില്ല, പാതാളത്തിലാണ് പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, നാം കർത്താവിന് ഉള്ളവരാണ്. റോമർ 14:8 പറയുന്നു, നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യുക, അതൊരു കാര്യം. നമ്മളെ കർത്താവ് ജീവിപ്പിക്കുന്നു, അല്ലെങ്കിൽ വിളിക്കുന്നു. തിരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ആർക്ക് വേണ്ടി ജീവിക്കുന്നു? കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു. മരിക്കുന്നുവെങ്കിലോ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. കർത്താവിൽ മരണമടഞ്ഞവർ അവർ ഭാഗ്യവാന്മാരാണ്, അനുഗ്രഹീതരാണ്. വെളിപാട് 14:3 പറഞ്ഞിരിക്കുന്നു, യോഹന്നാൻ അപ്പോസ്തലൻ കണ്ട ദർശനമാണ്. അനന്തര സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി അടയുന്നവർ അനുഗ്രഹീതരാണ്. അതെ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് ആത്മാവ് അരുളി ചെയ്യുന്നു. പ്രവൃത്തികൾ അനുഗമിക്കുക, അതുകൊണ്ട് പ്രവൃത്തികൾ ചെയ്യുന്നതിൽ ശ്രദ്ധിച്ച് ചെയ്തോണം. നല്ല പ്രവൃത്തികൾ ചെയ്താൽ പ്രതിഫലമുണ്ട്. പ്രത്യാശ അർപ്പിക്കേണ്ടത് യേശു ക്രിസ്തുവിലാണ്. ഈ ജീവിതത്തിൽ നിരാശ ഉണ്ടാകുന്നത് പല അപകടത്തിലേക്കും നമ്മളെ നയിക്കും. നിരാശ ഉണ്ടാകരുത്. നമ്മൾ ജീവിതത്തിൽ നിരാശ ഉണ്ടായാൽ പല പ്രശ്നങ്ങളാണ്, പല നഷ്ടങ്ങളുമൊക്കെ ഉണ്ടാകും. ജോബ് 3:20 പറയുന്നു, കഷ്ടപ്പെടുന്നവന് എന്തിന് പ്രകാശം, തപ്തഹൃദയന് എന്തിന് ജീവിതം. നിരാശപ്പെടണമെന്ന് പറഞ്ഞതല്ല ജോബിൻ്റെ ഒരു അനുഭവം ജോബ് പറയുന്നു എന്നേ ഉള്ളൂ. സഭാപ്രസംഗൻ 2:17 പറയുന്നു, സൂര്യനു കീഴെ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമായതുകൊണ്ട് ഞാൻ ജീവിതം വെറുത്തു, എല്ലാം മിഥ്യയും നിരർത്ഥകവും ആണ്. സഭാപ്രസംഗൻ സലോമോനാണ് അതിൻ്റെ ഗ്രന്ഥകർത്താവായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. പറയുന്നത്, സൂര്യന് കീഴെ സംഭവിക്കുന്ന എല്ലാം വേദനാജനകമാണ്, അതുകൊണ്ട് ഞാൻ ജീവിതം വെറുത്തു, എല്ലാം മിഥ്യയും നിരർത്ഥവുമാണ്. നമ്മളങ്ങനെ നിരാശപ്പെടണമെന്നല്ല പറഞ്ഞത്, ഒരനുഭവം സോളമൻ എഴുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ജീവിതം വെറുക്കണമെന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. എല്ലാം കർത്താവിൽ സമർപ്പിക്കുമ്പോൾ അതിനൊരു പുനരുത്ഥാനമുണ്ട്, ഒരു വളർച്ചയുണ്ട്, ഒരു തേജസ്സുണ്ട്, ഒരു ഉന്നതിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഭാപ്രസംഗൻ 4:1-2 പറഞ്ഞിരിക്കുന്നു, വീണ്ടും ഞാൻ സൂര്യന് കീഴെയുള്ള എല്ലാ മർദ്ദനങ്ങളും വീക്ഷിച്ചു, മർദ്ദിതരുടെ കണ്ണുനീര് ഞാൻ കണ്ടു, അവരെ ആശ്വസിപ്പിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. ശക്തി മർദ്ദകർക്കായിരുന്നു, ആരും പ്രതികാരം ചെയ്യാനുണ്ടായിരുന്നില്ല. ജീവിച്ചിരിക്കുന്നവരേക്കാൾ ഭാഗ്യവാന്മാരാണ് മരിച്ചു പോയവരെന്ന് വിചാരിച്ചു. അപ്പം ജീവിതത്തിൽ മർദ്ദനങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ അതിന് ഭാഗ്യവാന്മാരാണല്ലോ മരിച്ചവർ എന്ന് സഭാപ്രസംഗൻ അങ്ങനെ ചിന്തിച്ചു പോയെന്നാണ്. മരണത്തിന് അതിൻ്റേതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ജീവിതത്തിൽ ദുഃഖമാണ്, മരിച്ചാൽ മതി എന്നങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഒരു സന്ദർഭത്തെക്കുറിച്ച് സോളമൻ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. യോന പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, 4:8, തലയിൽ സൂര്യൻ്റെ ചൂടേറ്റ് യോന തളർന്നു, മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു,
ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ യോന അങ്ങ് പറഞ്ഞു പോയൊരു മണ്ടത്തരമായി പറയുന്നത്, സൂര്യൻ്റെ ചൂട് തലയിലേറ്റു. ഇപ്പം എത്രയോ ചൂട് ആൾക്കാരെപ്പോഴും തന്നെ ഏൽക്കുന്നു. അപ്പോഴത്തേനങ്ങ് മരിക്കാൻ ആഗ്രഹിക്കുക. എന്നിട്ട് പറയുക ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന്. സൂര്യൻ്റെ ചൂടെന്ന് ഏറ്റപ്പോഴത്തേനങ്ങ് മരിക്കണം തോന്നിയാലോ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടപ്പാടുകൾ വേറെ വരും. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വിളിക്കപ്പെട്ട യോന ഇങ്ങനെ അങ്ങ് ചിന്തിച്ചു പോയി. കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാം. ഇച്ചിരി ചൂട് ഏറ്റാലും കുഴപ്പമില്ലെന്നങ്ങ് വിചാരിക്കണം. കഷ്ടപ്പെട്ടാലും കർത്താവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകണം. എന്തെല്ലാം പ്രയാസങ്ങളാണ്. സുവിശേഷ വേലയ്ക്കൊക്കെ ഇറങ്ങി ദൂര സ്ഥലങ്ങളിലൊക്കെ പോകുന്നവർ കൊല്ലപ്പെടുന്നുണ്ട് പലരും. അപ്പോൾ അത് കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. അല്ല ചൂടേറ്റെന്ന് പറഞ്ഞ് ഇപ്പോഴങ്ങ് മരിക്കണേന്നൊന്നും പറഞ്ഞു കളയരുത്. നിരാശ വരരുത്. നിരാശ വന്നാൽ അത് നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു വഴിയാണ്. സംഖ്യാപുസ്തകം 11:15 ഇപ്രകാരമാണ് അവിടുന്ന് എന്നോട് വർത്തിക്കുന്നതെങ്കിൽ കൃപ തോന്നി എന്നെ ഉടനെ കൊന്നുകളയണം. പറയുന്നൊരു സന്ദർഭം മോശയാ പറഞ്ഞത്. കാര്യം ഇതാണ്, മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയിൽ ഇസ്രായേൽ ജനം ഭക്ഷണത്തിന് വേണ്ടി മാംസം തരിക എന്ന് മോശയോട് പരാതിപ്പെട്ടു. എന്നിട്ട് കരയുകാർ, ഈജിപ്തിലായിരുന്നെങ്കിൽ അങ്ങ് ഇഷ്ടംപോലെ അങ്ങ് ഇറച്ചി തിന്നാമായിരുന്നല്ലോ, അപ്പവും തിന്നായിരുന്നല്ലോ, ഞങ്ങൾക്ക് ഈ മരുഭൂമിയിൽ എന്തുവാ തിന്നാൻ കിട്ടുന്നത് എന്നും പറഞ്ഞ് അവരൊരു ബഹളവും വഴക്കും പരാതിയുമല്ല. മോശ യഹോവയോട് ചെന്ന് പറഞ്ഞു, ഈ ജനത്തെ മുഴുവൻ നടത്തുവാൻ ഞാൻ ശക്തനല്ല, അത് എൻ്റെ കഴിവിനതീതമാണ്. അപ്പോഴാണ് മോശ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, എന്നെ ഉടനെ അങ്ങ് കൊന്നുകളഞ്ഞേര്. ഇപ്രകാരമാണ് അവിടുന്ന് എന്നോട് വർത്തിക്കുന്നതെങ്കിൽ കൃപ തോന്നി എന്നെ ഉടനെ അങ്ങ് കൊന്നുകളയണമേ. ഒരു മരിച്ചു പോകണമെന്നുള്ളൊരാഗ്രഹം നമുക്കത് ഉണ്ടാകാൻ പാടില്ല. ആത്മനിറവുള്ളവരായി നമ്മളെ ശക്തി പ്രാപിച്ച് പ്രവർത്തന നിരതരായിരിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി ആയിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം. മോശയ്ക്ക് ഒരിക്കലും അങ്ങനെ പറ്റി എന്നുള്ളതേ ഉള്ളൂ. മോശ ദൈവസന്നിധിയിൽ ഉന്നതനാണെന്ന് ഓർക്കണം. ഏലിയ പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥന. ഏലിയ എത്രയോ അടുപ്പമുള്ള ദൈവത്തോട് അടുപ്പമുള്ളവൻ. അവൻ അഗ്നിരഥങ്ങളിൽ നിന്ന് സ്വർഗത്തിൽ എടുക്കപ്പെട്ട പ്രവാചകനാണ്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമുണ്ടായി. 1 രാജാക്കന്മാർ 19:4 അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാ മുൾച്ചെടിയുടെ തണലിൽ ഇരുന്നു. വെയിലായതുകൊണ്ട് ഒരു തണലിൽ അവിടെ ഇരുന്നു. അവൻ മരണത്തിനായി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, കർത്താവേ മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. ജീവിതത്തിൽ ചില പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ അങ്ങ് വിളിച്ചോണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ ഇടയാകും. അങ്ങനെ പ്രാർത്ഥിക്കരുത്. കർത്താവ് തരുന്ന ജീവിതം ഇവിടെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഏലിയായ്ക്ക് അത്ര വലിയ പ്രവാചകനാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ദിവസം അങ്ങ് പറയേണ്ടി വന്നു, കർത്താവേ എൻ്റെ പ്രാണനെ അങ്ങ് സ്വീകരിച്ചാലും മതി മതി എന്നൊക്കെയാണ് ഏലിയ പ്രവാചകൻ പറഞ്ഞത്. ഏലിയ പ്രവാചകൻ അത് പറയാനിടയായെങ്കിൽ നമ്മൾക്ക് അതുപോലൊക്കെ പറയാൻ ചില സാഹചര്യങ്ങൾ വന്നെന്നിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇത് നമ്മളിപ്പം പറഞ്ഞതൊക്കെ ശാരീരികമായ ചില മരണത്തെക്കുറിച്ചാണ്. ആത്മീയ തലത്തിൽ ചില മരണങ്ങളുണ്ട്. അതിതിനെക്കാട്ടിൽ കട്ടിയാന്ന് ഓർത്തോണം. നാം ജ്ഞാനത്തെ വെറുക്കുകയോ അതിനെ കൈവിടുകയോ അരുത്. സുഭാഷിതങ്ങൾ 8:36 പറയുന്നു, എന്നെ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ കൈവിടുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു, എന്നെ വെറുക്കുന്നവൻ മരണത്തെയാണ് സ്നേഹിക്കുന്നത്. ആദത്തിൻ്റെ ഹവായുടെയും കാര്യം ഒന്ന് ചിന്തിച്ചാലേ, ആദത്തിനും ഹവായിക്കും അവർ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആത്മീയ മരണമുണ്ടായി.
ഈ ഭൂമിയിൽ ആദ്യം ജീവിച്ചത് 930 വർഷമാണ്. 1 2 ഒന്നുമല്ല, 930 വർഷം. എന്നാൽ അവരോട് ദൈവം തിന്നരുത് എന്ന് കൽപ്പിച്ചിരുന്ന നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ പഴം അവർ തിന്ന സമയം തന്നെ അവർ ആത്മീയമായിട്ട് മരിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി 2:17 പറയുന്നു, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ആത്മീയമായ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. 930 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് മരിച്ച ആളാണ് ആദം. അപ്പോൾ ആത്മീയമായൊരു മരണമുണ്ടെന്ന് നമ്മൾ ഓർക്കണം. പാപം ചെയ്യുമ്പോൾ ആത്മീയമായിട്ട് മരിക്കുകയാണ്. ആത്മീയമായി മരിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് അകന്നങ്ങ് പോകും. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ ഉണ്ടായിരിക്കത്തക്കവണ്ണം നമ്മൾ ജീവിക്കണം. നമ്മൾ ആ ഭവനമാണ്, ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് നമ്മൾ ഓർക്കണം. റോമാലേഖനം 6-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ പൗലോസ് എഴുതിയിരിക്കുന്നു, നിങ്ങൾ പാപത്തിൻ്റെ അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. ഇന്ന് നല്ലവരായി ജീവിക്കുകയാണ്. നല്ലവരെന്ന് പറഞ്ഞാൽ കൃപയാൽ രക്ഷിക്കപ്പെട്ട് ഇരിക്കുന്നവരാണ്. നല്ലൊരു ജീവിതമൊക്കെയാണ് അവർക്ക് നയിക്കുന്നത്. പുറമോട്ട് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, നിങ്ങൾ ഒരിക്കൽ പാപത്തിൻ്റെ അടിമകളായിരുന്നു. അത് അപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിനല്ലായിരുന്നു. അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ ഓർത്താൽ എത്രയോ ലജ്ജാവഹമായ കാര്യങ്ങളാണ് നിങ്ങൾ അന്ന് ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വല്ല ഫലവും അതിൽ നിന്ന് കിട്ടിയോ? അതുകൊണ്ട് ഇനിയും ദൈവത്തിൻ്റെ കൃപയുടെ ആ വിളിയുടെ അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ മൃതര എന്നർത്ഥം. ധൂർത്തപുത്രൻ്റെ ഉപമ യേശു കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. പിതാവ് മൂത്ത മകനോട് പറയുന്നത്, ഇളയ മകൻ തിരിച്ചു വന്നപ്പോൾ പറയുന്നത്, ഇളയ മകൻ ഇപ്പോൾ ജീവിക്കുന്നു, അവൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. അപ്പോൾ മരണമെന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സന്നിധിയിൽ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയതിനെക്കുറിച്ചാണ് മരിക്കുക എന്ന് പറഞ്ഞത്. ഇപ്പോൾ അവൻ തിരിച്ചു വന്നു, അപ്പോൾ ജീവിച്ചിരിക്കുകയാണ്. ലൂക്കോസ് 15:32 പിതാവ് മൂത്ത മകനോട് പറയുകയാണ്, ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിൻ്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു, നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നു. മരിച്ചവൻ തിരിച്ചു വന്നു, ജീവനുള്ളവനായിരിക്കുന്നു. ആത്മീയമായ തലത്തിൽ ആത്മീയമായൊരു മരണവനുണ്ടായതാണ്. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു പാപിയുടെ മാനസാന്തരം സ്വർഗത്തിൽ വലിയ ആഹ്ലാദം ഉണ്ടാക്കുന്നതാണ്. മാലാഖമാരെല്ലാം സന്തോഷിക്കുന്ന കാര്യം അതാണ്. എന്തൊരു സന്തോഷം! ഇപ്പോൾ മൂത്ത മകനോടും ആ പിതാവ് പറയുന്നത്, നമ്മളിപ്പോൾ ആഹ്ലാദിക്കുകയും ആനന്ദിക്കുകയും ചെയ്യേണ്ട സമയമാണ്. പാപി മാനസാന്തരപ്പെടുക, ആഹ്ലാദിക്കേണ്ട സമയം അതാ. മറ്റ് വേറെ ഒത്തിരി ഉത്സവങ്ങളോ ഒത്തിരി ആഘോഷങ്ങളൊക്കെ നടത്തുന്നതിലൊന്നും കാര്യം യേശു പറയുന്നില്ല. സന്തോഷിക്കേണ്ട ഒരു സന്ദർഭം യേശു എടുത്ത് പറഞ്ഞത് പാപി മാനസാന്തരപ്പെടുന്നതാണ്. നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കിട്ടുക. ആടിൻ്റെ ഭൂമ യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, നഷ്ടപ്പെട്ടതിനെ കണ്ടുപിടിച്ച് തോളിലേറ്റി തിരിച്ചു കൊണ്ടുവരുന്നു, ആഹ്ലാദിക്കുന്നു. ഒരു നാണയം നഷ്ടപ്പെട്ട സ്ത്രീ അടിച്ചു വാരി കണ്ടുകിട്ടിയപ്പോൾ ആനന്ദിക്കുന്നു. നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുക. സ്വർഗത്തിൽ മാലാഖമാർ സന്തോഷിക്കുന്നത് എപ്പോഴാണ്? ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ. നമ്മൾ അതിനുവേണ്ടിയാണ് ശ്രമിക്കണമെന്ന് പറയുന്നത്. സുവിശേഷ വേലയുടെ ഒരു ഉദ്ദേശം തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവർ ധാരാളം ഉണ്ട്. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം, യേശുവിൻ്റെ പാദത്തിങ്കലാക്കണം. അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണമല്ലോ. അവർ കർത്താവിൻ്റെ ക്രൂശിലെ മരണത്താൽ രക്ഷ പ്രാപിക്കണമല്ലോ. യേശു ക്രിസ്തുവിനെ അവർ രക്ഷകനായിട്ട് വിശ്വസിച്ച് ഏറ്റുപറയണമല്ലോ. അതിനവരെ തയ്യാറാക്കുക എന്നുള്ളതാണ് സുവിശേഷ വേലയെന്ന് പറയുന്നത്. അല്ലാതെ
ഏതെങ്കിലും നല്ല പ്രവൃത്തികളെ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതല്ല, ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്, അത് ആവശ്യമാണ്. പക്ഷെങ്കിൽ പ്രധാനമായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ഈ പാപികളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നത് രക്ഷയുടെ അനുഭവത്തിലേക്കാക്കി തീർക്കുകയാണ്. സ്വർഗം സന്തോഷിക്കുന്ന സന്ദർഭം അതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ് എഫെസോസുകാരോട്, ഒരിക്കൽ നമ്മൾ ഈ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ച് ജീവിച്ചിരുന്നവരാ. എഫെസോസുകാരോട് പറയുകയാണ്, നമ്മളും അങ്ങനെ തന്നെയായിരുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. എഫെസോസ് 2:12 അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു, അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നത്. നമ്മൾ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചൊക്കെ നടന്നൊരു കാലഘട്ടമായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ അധീനരായി, അങ്ങനെ നല്ലവരായി കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് അങ്ങനെ അങ്ങ് ജീവിക്കണമെന്നർത്ഥം. എന്താണ് ഈ അന്തരീക്ഷ ശക്തികളുടെ അധീശൻ എന്ന് പറയുന്നത്? ഈ സ്വർഗത്തിൽ നിന്ന് പാപം ചെയ്ത മാലാഖമാരെ അടിച്ച് ഇറക്കിയപ്പോൾ അവർക്ക് ചില അധികാരങ്ങൾ അവകാശങ്ങളൊക്കെ ദൈവം എടുത്തു കളഞ്ഞില്ല. അതൊക്കെ അവർക്കുണ്ട്. ഭൂമിയിലാണ് അവർക്ക് അലഞ്ഞ് മനുഷ്യൻ്റെ ഇടയിൽ പ്രവർത്തിക്കാൻ ഒരു അവസരമായപ്പം കിട്ടിയിരിക്കുന്നത്. അന്തരീക്ഷത്തിൽ അവരിങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് അന്തരീക്ഷ ശക്തികൾ എന്നവരെ വിളിക്കുന്നത്. പാപം ചെയ്ത മാലാഖമാരെയാണ് അന്തരീക്ഷ ശക്തികൾ എന്ന് പറയുന്നത്. അവർക്കൊരു ഹെഡ് പിശാചുണ്ട്. ആ അധീശൻ്റെ കീഴിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരൊക്കെ നമ്മളെ എങ്ങനെ വിഴുങ്ങേണ്ടു എന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. പാപം ചെയ്യാനുള്ള സാഹചര്യം വരുത്തുവാനും പാപത്തിലേക്ക് വീഴ്ത്താനും അവർ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള അന്തരീക്ഷ ശക്തിയുടെ അധീശനെ അനുസരിച്ച് ജീവിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി നമ്മൾ കർത്താവിങ്കിലായിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോണേ എന്ന് പൗലോസ് എഫെസോസുകാരോട് പറയുന്നത് നമ്മളോടും പറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് വചനം അവിടെ എഴുതപ്പെട്ടത്. ഇനി ഒരു കാര്യം പൗലോസ് എടുത്ത് പറയുന്നുണ്ട്, കൊളോസോസുകാരോടാണ്. ദുർവാസങ്ങളുടെ പരിച്ഛേദനം നടത്താത്തവരായിരുന്നു അവരുമൊക്കെ. ഇപ്പോൾ മാറിയല്ലോ എന്ന് പറയുകയാണ്. ദുർവാസനകളാൽ മനുഷ്യൻ ഇങ്ങനെ അങ്ങ് വിഷമിച്ച് നിൽക്കുക. അവന് മോശമായ കാര്യങ്ങളോട് ആഗ്രഹം, അതിൻ്റെ പരിച്ഛേദനം ചെയ്യണം. പൗലോസ് പറയുന്നു കൊളോസസ് 2:13, നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. നിങ്ങൾ മൃതരായിരുന്നു പാപങ്ങൾ നിമിത്തം. ദുർവാസനകളുടെ പരിച്ഛേദനമൊന്നും നിങ്ങൾ നടത്തിയിട്ടുമില്ലായിരുന്നു. ദൈവം നിങ്ങളെ അവരോടുകൂടെ ജീവിപ്പിക്കുകയും നിങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന മാറ്റം നോക്കണം. നമ്മൾ പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു. കർത്താവേ എൻ്റെ രക്ഷക, നീയാണ് എൻ്റെ രക്ഷകൻ, വിശ്വസിക്കുക, എല്ലാ പാപങ്ങളും ക്ഷമിച്ചു. നേരത്തെ നിങ്ങളെ പാപങ്ങൾ നിമിത്തം മൃതരായിരുന്നു, ദുർവാസങ്ങളുടെ പരിച്ഛേദനം നടത്താത്തവരായിരുന്നു. ഈ പരിച്ഛേദനം വേണമെന്ന് ക്രിസ്ത്യാനികളും യഹൂദരും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് പറയുന്ന ആ പരിച്ഛേദനമല്ല ഇവിടെ വേണ്ടത്. കൈകൊണ്ട് നിർവഹിക്കുന്ന ശാരീരികമായ പരിച്ഛേദനത്തെക്കുറിച്ചല്ല നമുക്ക് ചിന്ത. പിന്നെയോ ദുർവാസനങ്ങളുടെ പരിച്ഛേദനം നടത്തണം. ദുർവാസന കൊണ്ട് മനുഷ്യനങ്ങ് വിഷമിക്കുകയാണ്. അങ്ങനെ തെറ്റിലോട്ടങ്ങ് ചായ്വുള്ളവന് പരിച്ഛേദനം നടത്തണം. പരിച്ഛേദനം വേണോ ക്രിസ്ത്യാനികൾക്ക്? ദുർവാസനകളുടെ പരിച്ഛേദനം നടത്തണം. ശാരീരികമായ മറ്റ പരിച്ഛേദനത്തെക്കുറിച്ചല്ല, ദുർവാസനകൾ പരിച്ഛേദനം ചെയ്യണം. ഈ അഴുകിയ ചീത്ത സാധനങ്ങളിലോട്ടുള്ള ആകർഷണമാണല്ലോ ഈച്ചകൾ. അത് ഈ മോശമായ സാധനങ്ങളുടെ അടുത്തോട്ട് ഇങ്ങനെ ആകർഷിക്കുക, ഈച്ചകൾ വന്നങ്ങ് കൂടും. എന്താണ് അവർക്ക്? അതിലാണ് വാസന, അതിൽ അങ്ങോട്ട് വരാൻ ആഗ്രഹം. ഇതുപോലുള്ളൊരു സ്ഥിതിയാണ് മനുഷ്യനും. അവനെപ്പോഴും ദുർവാസനകളാൽ ആകർഷിക്കപ്പെടുകയാണ്. പരിച്ഛേദനം ചെയ്ത് കളയണം. വേറെ ചിന്ത പൗലോസ് പറയുന്നത് 1 തിമോത്തിയോസിൽ എഴുതിയിരിക്കുകയാണ്. സുഖാനുഭവങ്ങളിൽ ജീവിക്കുന്നവർ, ഈ ലോകത്തെ ജീവിക്കുമ്പോൾ കുറച്ച് സുഖമൊക്കെ അനുഭവിച്ചാൽ എന്താണെന്ന് തോന്നും. ഈ സുഖാനുഭവങ്ങളിൽ അങ്ങനെ മുഴുകിയിരിക്കുന്നത് രക്ഷയ്ക്ക് തടസ്സമാണെന്നുള്ളതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 1 തിമോത്തിയോസ് 5:6, എന്നാൽ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ പറയുന്നത് ഞങ്ങൾ ജീവനുള്ളവരാ,
ഇല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. സാർദീസിലെ സഭയോട് ദൈവദൂതൻ അറിയിക്കുകയാണ്, എഴുതാൻ പറഞ്ഞു യോഹന്നാൻ അപ്പോസ്തലനോട്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ്റെ ദർശനമുണ്ടായപ്പോൾ ദൂതൻ അറിയിക്കുകയാണ്, വെളിപ്പാട് 3:1, സാർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക, ദൈവത്തിൻ്റെ സപ്താത്മാക്കളും താരങ്ങളുമുള്ളവൻ പറയുന്നു, നിൻ്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. ജീവിച്ചിരിക്കുന്നവനെന്ന് ആണ് നിന്നെക്കുറിച്ച് പറയുന്നത്, പക്ഷേ നീ മൃതനാണ്. ജീവിച്ചിരിക്കുന്നു എന്നങ്ങ് പറയുക, എല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ അങ്ങ് പ്രത്യക്ഷപ്പെടുത്തുക. പക്ഷേ ഓർത്തോണം, നീ മൃതനാണ്, നീ മൃതനാണ്, മരിച്ചു കഴിഞ്ഞിരിക്കുക ദൈവത്തിന് മുമ്പിൽ. പലരും ഞാനങ്ങ് പ്രവർത്തിക്കുന്നു, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും ഒന്നാമത്തെ ആത്മീയ നേതാവെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. ഇല്ല, കർത്താവ് പറയുന്നു, നീ ജീവിച്ചിരിക്കുന്നെന്നാണ് എൻ്റെ വിചാരം, നീ മൃതനാണ്. ആത്മശോധന ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഇനി നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. 1:22 വാക്യം ഞാൻ വായിക്കുന്നു. ശാരീരികമായി ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ സാധിക്കും. എങ്കിലും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജീവിച്ചിരിക്കുകയാണെങ്കിൽ കൂടുതൽ ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്, അത് സാധിക്കും. ഇനിയും ഫലപ്രദമായി ജോലി ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആത്മീയമായ വേലകളെക്കുറിച്ചാണ്. പൗലോസിന് അതാണല്ലോ പറയാനുള്ളത്. പ്രത്യേകമായും ആത്മീയ വേലയെന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കുക എന്ന ദൗത്യത്തെക്കുറിച്ചാണ്. കർത്താവിന് വേണ്ടിയുള്ള തൻ്റെ വേലകൾ ഏറ്റവും പ്രശംസനീയവും മാതൃകായോഗ്യവും ആത്മാർത്ഥത നിറഞ്ഞതുമായിരുന്നു. നീതിയുടെ കിരീടം ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട്. തൻ്റെ പ്രവർത്തനം ഒരു ഓട്ടമായിരുന്നു. നിയമാനുസൃതമായി അദ്ദേഹം ഓടി, ഓട്ടം തികച്ചു. സമ്മാനത്തിന് അദ്ദേഹം അർഹനുമാണ്, അത് അദ്ദേഹത്തിന് അറിയാം വളരെ വ്യക്തമായിട്ട്. സമ്മാനത്തിന് യോഗ്യത നേടിയിരിക്കുകയാണ്. എങ്കിലും അദ്ദേഹം പറയുന്നത്, ഞാൻ ജീവിച്ചിരിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ സാധിക്കും. മരിക്കാനാണ് കർത്താവ് പറയുന്നെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും നല്ലൊരു കിരീടം, നീതിയുടെ കിരീടം എനിക്ക് കിട്ടും, ഉറപ്പുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്. ഇനി ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ ഉറപ്പ് പൗലോസിന് മാത്രമുള്ളൊരു ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ നമുക്കും അങ്ങനെ ഉറപ്പുണ്ടാകും. രക്ഷയെ സംബന്ധിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ആ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് പറയുന്നു, നീ രക്ഷ പ്രാപിച്ചിരിക്കുന്നു, നീ രക്ഷ പ്രാപിച്ചിരിക്കുന്നു, കാരണം നീ യേശുക്രിസ്തുവിനെ രക്ഷകനായി വിശ്വസിച്ചു. അതുകൊണ്ട് ആ ഉറപ്പ് നമുക്കുണ്ട്. നമുക്കും നമ്മുടെ പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും. ആ പ്രത്യാശ നമ്മൾ കൈവിടരുത്, നമുക്കുണ്ട്. ഇനി നമ്മൾ ആത്മീയ വേലയെക്കുറിച്ച് പൗലോസ് പറഞ്ഞപ്പോൾ ആത്മീയ വേലകളെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആത്മീയ വേലക്കാരുടെ എണ്ണം വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കണം. ആഗ്രഹിച്ചാൽ പോരാ, അങ്ങനെ വർദ്ധിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, വിളവ് അധികമുണ്ട്, അതുകൊണ്ട് കൂടുതൽ വേലക്കാരെയും ആവശ്യമുണ്ടല്ലോ, അതിനായി പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ 38 വരെ വാക്യങ്ങൾ. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവ് അധികം, വേലക്കാരോ ചുരുക്കം. കൊയ്യണം, വേലക്കാരെ വേണം, വിളവ് ധാരാളം. എല്ലാം കൂടെ കൊയ്തെടുക്കാനുള്ള വേലക്കാരിപ്പം ഇല്ല, കുറവാണ്. വേലക്കാരോ ചുരുക്കം.
അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. നമ്മൾ ചെയ്യേണ്ടെന്നല്ല, നമ്മൾ ചെയ്യാൻ വിളിച്ചിട്ടില്ലെന്നല്ല, പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് നമ്മളോട് പറഞ്ഞൊരു കാര്യം ഇതാ. നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയാവോ? കൊയ്യാൻ ധാരാളം വേലക്കാരെ ആവശ്യമുണ്ട്. വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണം, കൂടുതൽ വേലക്കാരെ കൊയ്യാനായിട്ട് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മളത് പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളോട് പറഞ്ഞതാ പ്രാർത്ഥിക്കണമേ എന്ന്. നമ്മുടെയും മറ്റുള്ളവരുടെയും ലൗകിക ആവശ്യങ്ങളെ കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കാറുണ്ട്. ആത്മീയമായ ഒരു ഉണർവിന് വേണ്ടിയും നാം പ്രാർത്ഥിക്കണം. ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുക എന്ന യേശുവിൻ്റെ ദൗത്യം പൂർണ്ണമായും നിറവേറ്റാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിലും ആത്മീയ ഗോളത്തിൽ ജോലി ചെയ്യുന്നവരെ ഓർത്തും പ്രസ്ഥാനങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഉത്സാഹം ഉണ്ടായിരിക്കണം. വേലക്കാരെ കൂടുതൽ അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ യേശു കർത്താവ് തന്നെ നമ്മോട് ആജ്ഞാപിച്ചിരിക്കുകയാണല്ലോ. അവരെ പ്രോത്സാഹിപ്പിക്കുകയും സാമ്പത്തികമായും മറ്റും സഹായിക്കുകയും ചെയ്യേണ്ടതാണ്. അവർ ആത്മീയ ജ്ഞാനത്തിലും വിശുദ്ധ ജീവിതത്തിലും കൃപാവരത്തിലും പരിശുദ്ധാത്മാവ് ശക്തിയിലും നിറഞ്ഞു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യത്തോടുകൂടി ദൈവം അവരെ കാത്ത് പരിപാലിക്കട്ടെ. വേറൊന്ന്, ധാരാളം കൊയ്യാനുണ്ടെന്നാണല്ലോ യേശു പറഞ്ഞത്. അതിൻ്റെ അർത്ഥം വേലയ്ക്കുള്ള വലിയ അവസരങ്ങളുണ്ട്. വേല ചെയ്യാൻ അവസരം കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. വേലയ്ക്കുള്ള വലിയ അവസരങ്ങളുണ്ട് എന്ന് യേശു ചൂണ്ടിക്കാണിക്കുന്നു. ഒരിക്കൽ ഭക്ഷണം കഴിക്കാനായി ശിഷ്യന്മാർ യേശുവിനെ വിളിക്കുന്നു. യേശു അങ്ങ് പഠിപ്പിച്ചും പ്രസംഗിച്ചൊക്കെ ഇരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ശിഷ്യന്മാർ വന്ന് യേശുവിനെ വിളിച്ചു. അപ്പോൾ യേശു മറുപടി നൽകിയത്, എന്നെ അയച്ചവൻ്റെ ജോലി പൂർത്തിയാക്കുകയാണ് എൻ്റെ ഭക്ഷണം. ഇതാ യേശു പറഞ്ഞത്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യം. 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവീൻ. അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. ഈ വേല ചെയ്യുമ്പോൾ അതിൻ്റെ കണക്ക് കർത്താവിൻ്റെ കയ്യിലുണ്ട്. അതിന് പ്രതിഫലത്തിന് യോഗ്യമാണ് വേല എന്ന് പറയുന്നത്. പ്രസംഗത്തിലും പ്രബോധനത്തിലും നിരന്തരം ഏർപ്പെട്ടിരിക്കുന്നവൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 1 തിമോഥെയോസ് 5:17-18 വാക്യങ്ങൾ. സഭയെ നന്നായി ഭരിക്കുന്ന ശ്രേഷ്ഠന്മാർ പ്രത്യേകിച്ച് പ്രസംഗത്തിലും പ്രബോധനത്തിലും നിരന്തരം ഏർപ്പെട്ടിരിക്കുന്നവർ കൂടുതൽ ബഹുമാനത്തിന് അർഹരായി പരിഗണിക്കപ്പെടണം. ധാന്യങ്ങൾ ചവിട്ടിമരിക്കുന്ന കാളയുടെ വായ നീ മൂടിക്കെട്ടരുത് എന്ന് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നതാണ് എന്നും വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ് എന്നും വിശുദ്ധ ലിഖിതം നമ്മളോട് പറയുന്നു. മറ്റുള്ളവരെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നതും ഈ വേലയിൽ ഉൾപ്പെടുന്നൊരു കാര്യമാണ്. ചില ഉദാഹരണങ്ങൾ നമ്മൾ നോക്കാം. ഒരു തളർവാദ രോഗിയെ 4 പേർ എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കുകയും രോഗവിമുക്തി നൽകുകയും ചെയ്തു. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യം. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുക്കലെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. യേശു അവരുടെ വിശ്വാസത്തെയും പരിഗണിക്കുകയുണ്ടായി. 4 പേരെ തളർവാദ രോഗിയെ കൊണ്ടുവന്നു. യേശു സുഖപ്പെടുത്തുന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. മേളിൽ കയറി തട്ട് പൊളിച്ച് തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു.
ആ തളർവാദ രോഗി പാപിയാണെന്നൂടെ പിന്നെ സൂചനയുണ്ട്. യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ഈ 4 പേരാ താല്പര്യപ്പെട്ടത്. അതുകൊണ്ട് അവന് പാപമോചനം ലഭിച്ചു, രോഗവും സുഖപ്പെട്ടു. ഇതിനൊക്കെ നമ്മൾ തയ്യാറാകണം. മറ്റുള്ളവരെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. നമ്മുടെ സ്വന്തം വീട്ടിലുള്ളവരെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. സ്വന്തം ഭവനത്തിലുള്ളവരെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക, അതും ഒരു പ്രവർത്തനമാണ്. അന്ത്രയോസ് പത്രോസിനെ കൂട്ടിക്കൊണ്ടുവന്നത് അങ്ങനെയാണ്. യോഹന്നാൻ സുവിശേഷം 1:41-42 വാക്യങ്ങൾ. അവൻ എന്ന് വെച്ചാൽ അന്ത്രയോസ് ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ പത്രോസിനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ എന്ന് പറഞ്ഞാൽ പാറ എന്ന് നീ വിളിക്കപ്പെടും. പത്രോസ് എന്ന പാറ എന്ന് പറയുമ്പോൾ പേര് ശിമയോൻ എന്നാണ്. നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്, എനിക്കിതെല്ലാം അറിയാം. നീ ഇപ്പം ഇങ്ങോട്ട് വന്നല്ലോ. നീ കേപ്പ, പാറയെന്ന അർത്ഥം. മലയാളത്തിൽ പാറ. പേര് വിളിക്കുമ്പോൾ പത്രോസ്, എല്ലാം പാറയെന്ന അർത്ഥം. നീ പാറ എന്ന് വിളിക്കപ്പെടും. ആരാണ് കൊണ്ടുവന്നത്? അന്ത്രയോസ്. സഹോദരൻ ആദ്യമേ യേശുവിനെ കണ്ടു, മനസ്സിലാക്കി. ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ശിമയോനെ കൊണ്ട്, സഹോദര നീ വന്ന് കാണും, അങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. വേറൊരു കാര്യം നമ്മൾ ഇതിൻ്റെ അകത്ത് ആ വാചകത്തിൽ എഴുതിയിട്ടുണ്ട്. അന്ത്രയോസി എന്ന് എന്താണ് പത്രോസിനോട് പറഞ്ഞത്? ഞങ്ങൾ മിശിഹായെ, ക്രിസ്തു എന്നാണ് അതിന് ഗ്രീക്ക്. ഞങ്ങൾ മിശിഹായെ, അത് ഹീബ്രു ഭാഷയിലാണ്. മിശിഹായെ കണ്ടു എന്ന് പറഞ്ഞു. മിശിഹ എന്ന് പറയുന്ന അഭിഷേകം ചെയ്യപ്പെട്ട അയക്കപ്പെടുന്നവൻ, അതായിരുന്നു യഹൂദന്മാർ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്രയും നാൾ വരുന്നത്. യേശു വന്നു, അവനാണ് അഭിഷേകം ചെയ്യപ്പെട്ട് അയക്കപ്പെട്ടവൻ. കുറേ പേർക്കൊക്കെ മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായില്ല, കുറച്ച് പേർക്കേ മനസ്സിലായുള്ളൂ. നിക്കോദിമോസിന് സ്വർഗത്തിൽ നിന്ന് വന്നാണെന്ന് മനസ്സിലായായിരുന്നു. പിന്നെ പഠിപ്പിച്ചപ്പം നിക്കോദിമോസിന് മനസ്സിലായി കാണും. കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി, ബാക്കി ആർക്കും മനസ്സിലായില്ല ഇവനാണ് മിശിഹ എന്ന്. പക്ഷേ അവരുടെ പ്രതീക്ഷയായിരുന്നു യഹൂദന്മാരുടെ. അപ്പം കൂടുതൽ പേര് മനസ്സിലാക്കിയില്ല. ഇനിയും അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക മിശിഹ വരുമെന്നും പറഞ്ഞ്. അങ്ങനെയല്ല, വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അതവർ മനസ്സിലാക്കണം. ഏതായാലും അന്ത്രയോസ് യേശുവിനെ കണ്ടു കഴിഞ്ഞ് ഇവനാണ് മിശിഹ എന്ന് മനസ്സിലാക്കി. വീട്ടിൽ ചെന്ന് ശിമയോനോട് പറയുന്നത്, ഞങ്ങൾ മിശിഹായെ കണ്ടു. ആരാണ് ഈ ആൾ? യേശു. മിശിഹായാണെന്നാണ് പറയുന്നത്. ഞാൻ യേശുവിനെ കണ്ടെന്നല്ല പറഞ്ഞത്, നസറത്തിലെ യേശുവിനെ കണ്ടെന്നല്ല പറഞ്ഞത്, ഞാൻ മിശിഹായെ കണ്ടു. നമുക്കൊരു കാര്യം അറിയാം വേദപുസ്തകത്തിൽ നിന്ന്. യേശു ഒരിക്കൽ കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് ചെന്നപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസാണ് ഒന്നാമതായിട്ട് ചാടിക്കയറി പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ ക്രിസ്തു ആകുന്നു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ ആകുന്നു. പത്രോസിനെന്ന് പറയാൻ കഴിഞ്ഞു. യേശു പറഞ്ഞു, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ ദൈവം നിനക്കത് വെളിപ്പെടുത്തിയതാണ്. ഏതായാലും ഒരു കാര്യം നമ്മൾ കണ്ടു. അന്ത്രയോസ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ പറഞ്ഞ വാചകം, ഞാൻ മിശിഹായെ കണ്ടു എന്നാണ്. സ്വർഗസ്ഥനായ പിതാവ് അവനത് വെളിപ്പെടുത്തി കൊടുത്തു. ജഡരക്തങ്ങളൊന്നുമല്ല, പിതാവ് വെളിപ്പെടുത്തി കൊടുത്തു. ഈ നിൽക്കുന്ന യേശു ആരാണ്? അവനാണ് മിശിഹ. പത്രോസിനെന്ന് മനസ്സിലായി, വിശ്വസിച്ചു. അതുകൊണ്ടാണ് പത്രോസ് യേശുവിൻ്റെ കൂടെ അങ്ങനെ നടന്നത്. വിശ്വസിച്ചു. സമറിയക്കാരി സ്ത്രീയോട് യേശു ഒരു കാര്യം പറഞ്ഞു. സമറിയക്കാരി സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ യേശു വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ആ സ്ത്രീക്ക് മനസ്സിലാക്കി, ഇവൻ ഏതോ വലിയ ആളാണ്, മിശിഹയാണോ എന്നൊരു സംശയം. അപ്പോൾ അവൾ യേശുവിനോട് പറയുക, മിശിഹ വരുമെന്നും അവൻ വരുമ്പോൾ വലിയ കാര്യങ്ങൾ, സത്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്നും ഞങ്ങൾക്കറിയാം. മിശിഹ വരുമെന്ന് ഞങ്ങൾക്കറിയാം, വരുമ്പോൾ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തി തരുമെന്ന് ഞങ്ങൾക്കറിയാം, അങ്ങനെ കേട്ടിട്ടുണ്ട്. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മിശിഹ.
അത്ര വ്യക്തമായിട്ട് യേശു വേറെ ആരോടെങ്കിലും പറഞ്ഞോ എന്നെനിക്കൊരു സംശയം. ഞാൻ തന്നെയാണ് മിശിഹ. നീ ആരെയാണ് നീ അന്വേഷിക്കേണ്ടത്? മിശിഹയെ അന്വേഷിക്കുകയാണ്. ഞാൻ തന്നെ മിശിഹ. അത് നമ്മൾ ഓർക്കണം. അപ്പോൾ യേശു മിശിഹയാണെന്നുള്ള കാര്യം അന്ത്രയോസ് സൂചിപ്പിച്ച് പത്രോസിനെ യേശുവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സ്നേഹിതരെ നമുക്ക് യേശുവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാം. പീലിപ്പോസ് യേശുവിനെ കണ്ടു കഴിഞ്ഞിട്ട് ഈ പീലിപ്പോസിൻ്റെ സ്നേഹിതൻ നഥാലിനെ കണ്ടിട്ട് പറഞ്ഞു, പോരെ നീ ഇങ്ങോട്ട് വാ, യേശുവിനെ ഒന്നൊന്ന് കാണുക. പീലിപ്പോസ് നഥാനിയേലിനെ കൂട്ടിക്കൊണ്ടുവന്നു. യോഹന്നാൻ 1:47 പറയുന്നു, നഥാനിയേൽ തൻ്റെ അടുക്കലേക്ക് വരുന്നത് കണ്ടപ്പോൾ യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഒരു ഇസ്രായേൽക്കാരൻ, നല്ല ഇസ്രായേൽക്കാരൻ, ഫലം പുറപ്പെടുവിക്കുന്നവർ ആണ് യേശു നോക്കി നടക്കുന്നത്. ഇതാ കണ്ടിരിക്കുന്നു, നല്ല ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ നഥാനിയേൽ. പീലിപ്പോസാണ് നഥാനിയേലിനെ യേശുവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. നമുക്ക് മറ്റ് പ്രേക്ഷിതരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഉദാഹരണം നമുക്ക് ബൈബിളിൽ കാണാം. പൗലോസിനെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ബാർണബാസ നല്ലൊരു പ്രാസംഗികനാണ്. അദ്ദേഹം ഗ്രീക്കാണ്. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ സ്ഥലം യഹൂദനാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് നന്നായിട്ടറിയാം. നല്ലൊരു പ്രാസംഗികനുമാണ്. പൗലോസിനെക്കാട്ടിൽ സാഹിത്യ രൂപേണ പ്രസംഗിക്കാൻ കഴിവ് ബാർണബാസിനുണ്ടായിരുന്നെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നും. പൗലോസ് വലിയ പണ്ഡിതൻ, അദ്ദേഹത്തെ ഇത് അറിവ് കൂടുതലാണ്, നന്നായിട്ട് പ്രസംഗിക്കും. പക്ഷെ പ്രസംഗ ശൈലി ബാർണബാസിനുണ്ടായിരുന്നു, പൗലോസിനെക്കാട്ടിൽ കൂടുതലുണ്ടായിരുന്നു എന്ന് നമുക്ക് പ്രസംഗ ശൈലിയെക്കുറിച്ച് പറയാൻ സാധിക്കും. അന്ത്യോക്യയിൽ സഭ സ്ഥാപിക്കപ്പെട്ടു. ബാർണബാസായിരിക്കും അവിടെ പ്രവർത്തിച്ചുള്ള ഒരാൾ. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പൗലോസിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നല്ലതാണെന്ന് ബാർണബാസിന് തോന്നി. പൗലോസ് അന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ, പൗലോസ് മാനസാന്തരപ്പെട്ട് ജെറുസലേമിലൊക്കെ ഒന്ന് പ്രസംഗിച്ചപ്പോൾ ഒത്തിരി എതിർപ്പുണ്ടായി. ഒത്തിരി എതിർപ്പെല്ലാം വന്നപ്പോൾ അവിടുന്ന് അദ്ദേഹത്തെ ആൾക്കാരും സഹോദരങ്ങളും പറഞ്ഞു വിട്ടതാണ്. മറ്റ് യഹൂദ ക്രിസ്ത്യാനികൾ തന്നെ പൗലോസിനൊന്ന് പറഞ്ഞു വിട്ടു, അവിടെ ഒരു ശാന്തത വരട്ടെന്ന് വിചാരിച്ച് അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് അങ്ങ് പോയി. കിലിക്കിയയിലെ ഗ്രീസിൽ തന്നെ അങ്ങ് പോയി. അവിടെ അങ്ങ് താമസിച്ചു. അവിടെയൊക്കെ അദ്ദേഹം പ്രവർത്തിച്ച് കാണുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാര്യം അദ്ദേഹത്തിന് അങ്ങനെ അടങ്ങിയിരിക്കുക എന്നുള്ള ആളല്ലല്ലോ. പ്രസംഗിച്ചും സഭകളൊക്കെ സ്ഥാപിച്ച് കാണുമെന്നാണ് നമുക്ക് ചില സംഗതികൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ബാർണബാസ് അന്ത്യോക്യയിൽ അവിടെ ഒരു സഭ ഇങ്ങനെ നല്ല താഴ്ച വളരുന്ന ഒരു സഭയാണ്. അപ്പോൾ ബാർണബാസ് വിചാരിച്ചു പൗലോസിനെ കൂടെ കൂട്ടിക്കൊണ്ടുവരാമെന്ന്. അദ്ദേഹം കിലിക്കിയയിലോട്ട് പോയി ഇങ്ങനെ പൗലോസിനെ അന്വേഷിച്ച് പോയെന്നാണ് പറഞ്ഞ്. അവിടെ വെച്ച് കണ്ടുപിടിച്ചു. എന്നിട്ട് ബാർണബാസ് പൗലോസിനെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അന്ത്യോക്യയിൽ പ്രവർത്തിച്ചു. അന്ത്യോക്യയിൽ വലിയ ക്രിസ്തീയ സമൂഹത്തിൻ്റെ കേന്ദ്രമാണെന്ന് നമുക്കറിയാമല്ലോ. 1 വർഷം അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. നന്നായിട്ട് പ്രവർത്തിച്ചത് സഭയുടെ ഒരു കേന്ദ്രമായി മാറി. അങ്ങനെ ഒരു പ്രദേശമാണ് അന്ത്യോക്യ. പൗലോസിനെ കൊണ്ടുവന്നത് ബാർണബാസാണെന്ന് ഓർക്കണം. അപ്പോസ്തല പ്രവർത്തികൾ 11:25-26 വാക്യങ്ങളിൽ പറയുന്നു, സാവൂളിനെ അന്വേഷിച്ച് ബാർണബാസ് താർസോസിലേക്ക് പോയി. അവനെ കണ്ടുമുട്ടിയപ്പോൾ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു. 1 വർഷം മുഴുവൻ അവർ അവിടുത്തെ സഭാസമ്മേളനത്തിൽ പങ്കെടുക്കുകയും വളരെ പേരെ പഠിപ്പിക്കുകയും ചെയ്തു. പിന്നീട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരു പാപിയെ നമുക്ക് പിന്തിരിപ്പിക്കാൻ സാധിച്ചെങ്കിൽ വലിയൊരു നേട്ടമാണ്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു 25:20, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. ആത്മാക്കളെ ആദായപ്പെടുത്തുന്നതിലുള്ള ചില പ്രത്യേകതകളിലൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഒന്ന്, അത് ഉന്നതമായ ജ്ഞാനത്തെ പ്രകടമാക്കുന്നതാണ്. സുഭാഷിതങ്ങൾ 11:30 പറയുന്നു, നീതിയുടെ ഫലം
ജീവൻ്റെ വൃക്ഷമാണ്, അക്രമം ജീവനൊടുക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നവരെ നല്ല പ്രതിഫലമാണ് കിട്ടുന്നത്. ആകാശവിതാനത്തിൽ പ്രഭ പോലെ തിളങ്ങും. ദാനിയേലിൻ്റെ പുസ്തകം 12:3. ജ്ഞാനികൾ ആകാശവിതാനത്തിൽ പ്രഭ പോലെ തിളങ്ങും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നും എന്നും പ്രകാശിക്കും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നും എന്നും പ്രകാശിക്കും. ഇനി നമ്മളെന്ന് പുതുതായിട്ടൊരു വിളിച്ചാലേ അതിന് പരിശീലനമില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യം, പരിശീലനം ക്രിസ്തു തന്നെ തരും. പുതിയ വിളിയിൽ ക്രിസ്തു പരിശീലനം നൽകുന്നു. മത്തായിയുടെ സുവിശേഷം 4:19 അവനവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. എന്നെ അനുഗമിക്കുക, മനുഷ്യരെ പിടിക്കാനൊരു ജോലിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് തോന്നുകയോ ഞങ്ങൾക്ക് മനുഷ്യരെ പിടിക്കാൻ അറിയത്തില്ലല്ലോ എന്ന്. അപ്പോൾ യേശുവിടെ പറഞ്ഞ വാചകം അങ്ങനെയല്ല. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മനുഷ്യരെ പിടിക്കാനുള്ള വേല പറഞ്ഞു കൊടുക്കുന്നതും യേശു തന്നെയാണ്. പേടിക്കണ്ട, ഇങ്ങനെ വന്നാൽ മതി. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. പരസ്പരം തിരുത്തുന്നതിനെക്കുറിച്ച് ബൈബിളിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 18:15 നിൻ്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ സഹോദരൻ്റെ തെറ്റ് എങ്ങനെയാണ് അവനോട് പറയേണ്ടത്? അതിനും കർത്താവ് പഠിപ്പിക്കുകയാണ്. നീയും അവനും മാത്രമായിരിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലണം, ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ വേണം ചെയ്യാൻ. നീയും അവനും മാത്രമായിരിക്കുമ്പോഴല്ല പരസ്യപ്പെടുത്തി ഇവനിതുകൊണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പരസ്യപ്പെടുത്താനല്ല ഈ പറയുന്നത്. നീയും അവനും മാത്രമായിരിക്കുമ്പോൾ നീ ചെന്ന് അത് പറഞ്ഞ് മനസ്സിലാക്കി അവനെ ബോധ്യപ്പെടുത്തണം. ലൂക്കോയുടെ സുവിശേഷം 5:10 പറയുന്നു, യേശു ശിമിയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും. ഭയപ്പെടുകയൊന്നും വേണ്ട, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. അവർ സ്വന്തം പദവികളും അവകാശങ്ങളും ത്യജിച്ചു. യേശുവിനെ കൂടെ പോയ ശിഷ്യന്മാരെ കുറിച്ചാണ് 1 കൊരിന്ത്യർ 9:19-20 പൗലോസ് പറയുന്നു, ഞാൻ എല്ലാവരിൽ നിന്ന് സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. യഹൂദരെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി, നിയമത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേയനല്ലെന്നിരിക്കലും ഞാൻ അവരെ പോലെയായി. നമ്മളിത് പ്രവൃത്തി ചെയ്യുമ്പോൾ തീയിൽ നിന്ന് നമ്മൾ ചിലരെ വലിച്ചെടുക്കുകയാണ്. യൂദ 23 ഒരധ്യായമേ ഉള്ളൂ പറഞ്ഞിരിക്കുന്നത്, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവീൻ. അഗ്നിയിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ അടുത്ത വാചകമാണ്, മാംസദാഹത്താൽ അവരെങ്ങനെ ഇരിക്കുന്നവരാണ്. മാംസദാഹത്താൽ ഇരിക്കുന്നവരെയാ അഗ്നിയിൽ അകപ്പെട്ടവരെന്ന് പറഞ്ഞിരിക്കുന്നത്. മാംസദാഹത്താൽ കളങ്കിതരായ അവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവിൻ. അവരങ്ങനെയുള്ളവരാണെന്ന് വിചാരിച്ച് നമ്മളവരെ ഉപേക്ഷിക്കുമൊന്നുമല്ല, അവരോട് കരുണ കാണിക്കണം. പക്ഷെ അവരുടെ വസ്ത്രത്തെ പോലും നമ്മൾ വെറുക്കണം. മനുഷ്യ സേവനം ഒരു ആത്മീയമായ വേലകളിൽ ഉൾപ്പെടും. ഒന്ന്, അത് ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്നു. മർക്കോസ് 10:43-44 വാക്യങ്ങളിൽ യേശു കർത്താവ് പഠിപ്പിക്കുന്നു, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. കൂട്ടുകാരോട് നമ്മൾ ചില കടമകളുണ്ട്, അതൊക്കെ നമ്മൾ വ്യക്തമാക്കി നന്നായിട്ട് ചെയ്യണം. ഒരു കടമ യേശു കർത്താവ് ഇങ്ങനെ വ്യക്തമാക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 10:36-37 വാക്യങ്ങളിൽ കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ട ആ മനുഷ്യൻ, യഹൂദനാണല്ലോ ആക്രമിക്കപ്പെട്ടത്, ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമജൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. ഒരു യഹൂദന് അക്രമികളാൽ ആക്രമിക്കപ്പെട്ട് അവിടെ കിടക്കുന്നു. പലര് പുരോഹിതന് ലേവ്യരൊക്കെ വന്ന് നോക്കിയിട്ടങ്ങ് പോകുന്നു. പക്ഷേ സമരക്കാരൻ വന്ന്
അവനെ എടുത്തു ശുശ്രൂഷിക്കുന്നു, സത്രത്തിൽ കൊണ്ടാക്കുന്നു. യേശു ചോദിക്കുന്ന അവസാനം ഈ മൂവരിൽ ആരാണ് ഈ മനുഷ്യന് അയൽക്കാരനായിട്ട് പ്രവർത്തിച്ചത്? അപ്പോൾ ഉത്തരം പറഞ്ഞത് അത് ആ സമരക്കാരനാ, അവനല്ലേ അതൊക്കെ ചെയ്തത്. യേശു പറഞ്ഞു, നീ പോയി അതുപോലെ ചെയ്യുക. അപ്പോൾ അതും വേലയിൽപ്പെടുന്ന ഒരു ഭാഗമാണ്. വേലയ്ക്ക് 2 ഭാഗങ്ങൾ ഉണ്ട്. ഒന്ന്, ഡയറക്റ്റായിട്ട് സുവിശേഷം അറിയിക്കുക, അതാണ് പ്രധാനം. 2, ഇത്തരത്തിലുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യുക, അതതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ഇന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് ഫിലിപ്പിയർ 1-ാം അധ്യായം 21-22 വാക്യങ്ങളാണ്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന പൗലോസിനെ പോലെ തന്നെ നമുക്കും പറയാം. നാം ദൈവത്തിൻ്റെ ആലയമാണ്. കാരണം മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നമ്മളിലുണ്ട്. ജീവിതത്തിൽ നിരാശ പാടില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മീയ മരണം പ്രാപിക്കരുത്. ഇനിയും ജീവിച്ചിരുന്ന് കർത്താവിന് വേണ്ടി വേല ചെയ്യണം. ആത്മീയ മണ്ഡലത്തിലേക്ക് കൂടുതൽ വേലക്കാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. അടുത്ത എപ്പിസോഡിൽ 165 ഫിലിപ്പിയർ 1:23 മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.